യെശയ്യാ 23 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. തർശീശ് പുത്രിയെ, ഇനി ബന്ധനമില്ലായ്കയാൽ നീ നീലനദി പോലെ നിന്റെ ദേശത്തെ കവിഞ്ഞൊഴുകുക. അവൻ സമുദ്രത്തിന്മേൽ കൈനീട്ടി രാജ്യങ്ങളെ നടുക്കിയിരിക്കുന്നു. യഹോവ കനാനെക്കുറിച്ച് അതിൻ്റെ കോട്ടകളെ നശിപ്പിക്കുവാൻ കൽപ്പന കൊടുത്തിരിക്കുന്നു. ബലാത്കാരം അനുഭവിച്ച് കന്യകയായ സീദോൻ പുത്രി, ഇനി നീ ഉല്ലസിക്കുകയില്ല. എഴുന്നേറ്റ് കീത്തീമിലേക്ക് കടന്നു പോവുക. അവിടെയും നിനക്ക് സ്വസ്ഥത ഉണ്ടാകുകയില്ല എന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു. ഇതാ, കൽദയരുടെ ദേശം ഈ ജനമില്ലാതെയായി. അശൂർ അതിനെ മൃഗങ്ങൾക്കായി നിയമിച്ചു കളഞ്ഞു. അവർ തങ്ങളുടെ കാവൽ മാളികകളെ പണിത് അതിലെ അരമനകളെ ഇടിച്ച് അതിനെ ശൂന്യകൂമ്പാരമാക്കി തീർത്തു. തർശീശ് കപ്പലുകളെ മുറയിടുവിൻ, നിങ്ങളുടെ കോട്ട ശൂന്യമായി പോയല്ലോ. അന്നാളിൽ സോർ ഒരു രാജാവിൻ്റെ കാലത്തിനൊത്ത 70 സംവത്സരത്തേക്ക് മറന്നു കിടക്കും. 70 സംവത്സരം കഴിഞ്ഞിട്ട് സോറിന് വേശ്യയുടെ പാട്ടുപോലെ സംഭവിക്കും. മറന്നു കിടന്നിരുന്ന വേശ്യയെ വീണെ എടുത്ത് പട്ടണത്തിൽ ചുറ്റി നടക്കുക. നിന്നെ ഓർമ്മ വരേണ്ടതിന് നല്ല രാഗം മീട്ടി വളരെ പാട്ട് പാടുക. 70 സംവത്സരം കഴിഞ്ഞിട്ട് യഹോവ സോറിനെ സന്ദർശിക്കും. അപ്പോൾ അത് തൻ്റെ ആദായത്തിനായി തിരിഞ്ഞ് ഭൂമിയിലെ സകല ലോകരാജ്യങ്ങളോടും വേശ്യാവൃത്തി ചെയ്യും. എന്നാൽ അതിൻ്റെ വ്യാപാരവും ആദായവും യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. അതിനെ നിക്ഷേപിക്കുകയോ സ്വരൂപിച്ചു വെക്കുകയോ ചെയ്യുകയില്ല. അതിൻ്റെ വ്യാപാരം യഹോവയുടെ സന്നിധിയിൽ വസിക്കുന്നവർക്ക് മതിയായ ഭക്ഷണത്തിനും മോടിയുള്ള ഉടുപ്പിനുമായി ഉതകും.